ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീനും ചക്കയും. ഇതിനായി നമ്മളൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ചു. കടുക് പൊട്ടുമ്പോൾ കറിവേപ്പിലയും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും സവാളയും യോജിപ്പിച്ച് നല്ല പോലെ വാട്ടിയെടുക്കുക. കൂടെ തന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നല്ല പോലെ സവാള വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി കൂടി ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. ഈ കൂട്ടിലേക്ക് മീൻ കൂട്ടാത്തിനാവശ്യമായ 1/2 സ്പൂൺ മഞ്ഞൾ, 2 സ്പൂൺ മല്ലിപ്പൊടി, 2.5 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നല്ല പോലെ ഇളക്കി പൊടിയുടെ പച്ചമണം മാറുന്നത് പോലെ ഇളക്കി കൊടുക്കുക. ഈ കറിയിലോട്ട് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടംപുളി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി നല്ല പോലെ തിളച്ച് വരുമ്പോൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കൂടി ചേർത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് അടച്ച് വയ്ക്കാവുന്നതാണ്. ഈ മീൻ കറിയിലേക്ക് കുറച്ച് പെരുംജീരകം കൂടി ചേർക്കാവുന്നതാണ്. അത് ഞാൻ ഇതിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇത് നല്ല പോലെ തിളച്ച് വറ്റി വരുമ്പോൾ ഈ കൂട്ടിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് സ്റ്റൗ ഓഫാക്കി കറി വാങ്ങി വയ്ക്കാവുന്നതാണ്. മീൻകറി തയ്യാറായ സ്ഥിതിക്ക് ഇനി നമുക്ക് ചക്ക ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചക്ക നല്ല പോലെ വൃത്തിയാക്കി കുക്ക് ചെയ്യുന്നതിന് ആവശ്യമായ വെള്ളവും ഉപ്പും കറിവേപ്പിലയും ഇട്ട് അടുപ്പിൽ വയ്ക്കാവുന്നതാണ്. ചക്ക നല്ലതുപോലെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചക്കയ്ക്ക് ആവശ്യമായ കൂട്ട് തയ്യാറാക്കാം. അതിനായി തിരുകി വെച്ചിരിക്കുന്ന തേങ്ങയിലോട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ജീരകവും വെളുത്തുള്ളിയും കറിവേപ്പിലയും ആവശ്യമെങ്കിൽ കുറച്ച് കാന്താരി മുളക് കൂടി ചേർത്ത് എല്ലാം കൂടെ ചേർത്ത് തേങ്ങ ഒന്ന് ചതച്ചെടുത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കയിലോട്ട് ചേർത്ത് നല്ല പോലെ ചൂടാക്കി സ്റ്റൗ ഓഫാക്കാവുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന മീൻ കറിയും ചക്കയും കൂട്ടി ഫുഡ് കഴിക്കാൻ തുടങ്ങാവുന്നതാണ്. നിങ്ങളും ഈ രീതിയിൽ തന്നെ ചക്കയും മീൻ കറിയും ഉണ്ടാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ഇടാൻ മറക്കരുതേ.